ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ക്ലാസ് 46 ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഓസിലേഷൻ ആൻഡ് വേവ്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് മുഴുവനും പ്രൊജക്ഷൻ എലോങ് വെർട്ടിക്കൽ ഡയമീറ്റർ ആണ്. പ്രൊജക്ഷൻ എലോങ് ഹൊറിസോണ്ടൽ ഡയമീറ്റർ നമ്മൾ നോക്കി. അതിനുശേഷം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രൊജക്ഷൻ എലോങ് വെർട്ടിക്കൽ ഡയമീറ്റർ ആണ് നോക്കിയിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു പ്രൊജക്ഷൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു, ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ്. പക്ഷേ അതിന് മുമ്പായിട്ട് ഈ പ്രൊജക്ഷൻ എന്ന ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം കണ്ടു. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഏതോ ഒരു ഇയറിൽ നീറ്റിൻ്റെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഈ പ്രൊജക്ഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു പ്രോബ്ലം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇന്ന് വർക്കൗട്ട് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ് എന്ന ടോപ്പിക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പ്രൊജക്ഷൻ എന്ന ആ ഒരു ടോപ്പിക്കിൽ പ്രൊജക്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിഫോം സർക്കുലർ മോഷൻ ആൻഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ എന്ന ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രോബ്ലം ഇതാണ്: A particle is projected horizontally with velocity u from the top of a smooth sphere of radius a. A particle is projected horizontally with initial velocity u from the top of a smooth surface of a sphere of radius a. It slides down the sphere and leaves the surface after falling a height of a by 4. Then find the initial horizontal velocity u. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: A particle is projected horizontally with initial velocity u from the top of a smooth sphere of radius a. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്ഫിയർ, റേഡിയസ് a ഉള്ള ഒരു സ്ഫിയർ. അപ്പോൾ ഇതായിരിക്കും ആ സ്ഫിയറിന്റെ സെൻട്രൽ പാർട്ട്, ഇതായിരിക്കും ആ സ്ഫിയറിന്റെ റേഡിയസ് ആയ a. അതിനുശേഷം a particle is projected horizontally with velocity u from the top of a smooth sphere of radius a. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഫിയർ. ഈ സ്ഫിയറിന്റെ സെന്റർ ആണ് ഇത്, സെൻട്രൽ പാർട്ടാണ് ഇത്. അപ്പോൾ ഞാൻ സെന്റർ സി ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ സ്ഫിയറിന്റെ സെന്റർ. ഈ എ എന്ന് പറയുന്നതായിരിക്കും ആ സ്ഫിയറിന്റെ റേഡിയസ്. അപ്പോൾ ഇങ്ങനെ റേഡിയസ് എ ഉള്ള ഒരു സ്ഫിയർ, ഈ സ്ഫിയറിന്റെ ടോപ്പ് സർഫസിലായിട്ട് ഒരു പാർട്ടിക്കിൾ ഹൊറിസോണ്ടലി പ്രൊജക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് a particle is projected horizontally with initial velocity u from the top of a smooth sphere. അതായത് ഈ സ്ഫിയറിന്റെ ടോപ്പ് സർഫസിലായിട്ട് ഒരു പാർട്ടിക്കിൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പാർട്ടിക്കിൾ. ഈ ഒരു പാർട്ടിക്കിൾ ഈ സ്ഫിയറിന്റെ ടോപ്പ് സർഫസിൽ നിന്നും ഹൊറിസോണ്ടലി പ്രൊജക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഹൊറിസോണ്ടലി പ്രൊജക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ഹൊറിസോണ്ടൽ ആക്സിസ് ആണെങ്കിൽ, ഈ സ്ഫിയറിന്റെ ഈ ഒരു ആക്സിസ് ഹൊറിസോണ്ടൽ ആക്സിസ് ആണെങ്കിൽ, ഈ ഹൊറിസോണ്ടൽ ആക്സിസിലേക്ക് ഫേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഹൊറിസോണ്ടൽ ആക്സിസിലേക്ക് പ്രൊജക്ട് ചെയ്തുകൊണ്ട് ഒരു പാർട്ടിക്കിൾ ഈ സ്ഫിയറിന്റെ ടോപ്പ് സർഫസിൽ ഇരിക്കുകയാണ്. അതാണ് എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ്. അതായത് ഈ പാർട്ടിക്കിൾ ഈ സ്ഫിയറിന്റെ ടോപ്പ് സർഫസിൽ നിന്നും ഹൊറിസോണ്ടലി പ്രൊജക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ പാർട്ടിക്കിൾ, അതിന് ആ ഒരു സെൻസിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പാർട്ടിക്കിൾ ഈ സ്ഫിയറിന്റെ ടോപ്പ് സർഫസിൽ ഇരിക്കുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിക്കുന്നത് ഹൊറിസോണ്ടൽ ആക്സിസിലേക്കാണ്. അതാണ് പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു പാർട്ടിക്കിൾ ഇതാണ് നമ്മുടെ സ്ഫിയർ, റേഡിയസ് എ ഉള്ള സ്ഫിയർ ആണിത്. അപ്പോൾ ഈ സ്ഫിയറിന്റെ ടോപ്പ് സർഫസിലായിട്ട് ഒരു പാർട്ടിക്കിൾ ഇരിക്കുകയാണ്. ആ പാർട്ടിക്കിൾ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടലി ആണ്. അതായത് ആ പാർട്ടിക്കിളിന്റെ അപ്പോൾ ഈ എ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഈ എ എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിളിന്റെ ടോപ്പ് സർഫസിലുള്ള ആ പാർട്ടിക്കിളിന്റെ ഇനിഷ്യൽ പൊസിഷനായിട്ട് നമ്മൾ എ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ടിക്കിൾ. ഈ പാർട്ടിക്കിളിന്റെ ഈ സ്ഫിയറിന്റെ ടോപ്പ് സർഫസിലുള്ള ഇനിഷ്യൽ പൊസിഷനായിട്ട് നമ്മൾ എ എടുത്തു. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിളിന്റെ ഇതാണ് നമ്മുടെ പി എന്ന പാർട്ടിക്കിൾ. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് ഈ പി എന്ന പാർട്ടിക്കിളിന്റെ സ്ഫിയറിലെ ടോപ്പ് സർഫസിലുള്ള ഇനിഷ്യൽ പൊസിഷനാണ് എ. എ എന്ന് പറയുന്നത് ഈ പി എന്ന പാർട്ടിക്കിളിന്റെ ഈ സ്ഫിയറിന്റെ ടോപ്പ് സർഫസിലെ ഇനിഷ്യൽ പൊസിഷനാണ് എ. അപ്പോൾ ഈ എ എന്ന ഇനിഷ്യൽ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഈ പാർട്ടിക്കിൾ പ്രൊജക്ട് ചെയ്യുന്നത് ഹൊറിസോണ്ടലി ആണ് എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി വിത്ത് ഇനിഷ്യൽ വെലോസിറ്റി യു. അതായത് ഈ പാർട്ടിക്കിൾ ഈ സ്ഫിയറിന്റെ ഈ എ എന്ന ഇനിഷ്യൽ പൊസിഷനിൽ ഇരിക്കുമ്പോൾ
ആ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിക്കുന്നത് ഹൊറിസോണ്ടൽ ആക്സിസിലേക്കാണ്. അതായത് ഇതാണ് നമ്മുടെ, അപ്പോൾ ഇത് നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ആക്സിസിലേക്കാണ് ഈ പാർട്ടിക്കിൾ യു എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതാണ് പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിളിന്റെ ഈ എ എന്ന പൊസിഷനിൽ ഈ പാർട്ടിക്കിൾ ഇരിക്കുമ്പോൾ, ഈ സ്ഫിയറിന്റെ ടോപ്പ് സർഫസിലെ ഈ എ എന്ന പൊസിഷനിൽ ഈ പി എന്ന പാർട്ടിക്കിൾ ഇരിക്കുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹൊറിസോണ്ടൽ ആക്സിസിലേക്കാണ്. അതാണ് പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി എന്ന് ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് സെന്റൻസിന്റെ മീനിങ്. എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി വിത്ത് വെലോസിറ്റി യു ഫ്രം ദ ടോപ്പ് ഓഫ് എ സ്മൂത്ത് സ്ഫിയർ ഓഫ് റേഡിയസ് എ. റേഡിയസ് എ ഉള്ള ഒരു സ്മൂത്ത് സർഫസുള്ള ഒരു സ്ഫിയറിന്റെ ടോപ്പ് സർഫസിൽ ഈ പി എന്ന പാർട്ടിക്കിൾ എ എന്ന പൊസിഷനിൽ ഇരിക്കുമ്പോൾ ആ പാർട്ടിക്കിൾ പ്രൊജക്ട് ചെയ്യുന്നത് ഹൊറിസോണ്ടലിയാണ്. അതായത് ഈ എ എന്ന പൊസിഷനിൽ, ഈ സ്ഫിയറിന്റെ ടോപ്പ് സർഫസിലെ എ എന്ന പൊസിഷനിൽ ഈ പി എന്ന പാർട്ടിക്കിൾ ഇരിക്കുമ്പോൾ ആ പാർട്ടിക്കിൾ യു എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൊറിസോണ്ടൽ ആക്സിസിലേക്കാണ്. അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസിലേക്ക് ഫേസ് ചെയ്തുകൊണ്ടാണ് പാർട്ടിക്കിൾ യു എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾ യു എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഹൊറിസോണ്ടൽ ആക്സിസിലേക്കാണ്. അതാണ് പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി എന്ന് പറയുന്നത്. അങ്ങനെ യു എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ പതുക്കെ ഈ പാർട്ടിക്കിൾ ഈ ഹൊറിസോണ്ടൽ ആക്സിസിലേക്ക് പ്രൊജക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷം പറയുന്നത് ഇറ്റ് സ്ലൈഡ്സ് ഡൗൺ ദ സ്ഫിയർ ആൻഡ് ലീവ്സ് ദ സർഫസ് ആഫ്റ്റർ ഫോളിങ് എ ഹൈറ്റ് ഓഫ് a/4. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഈ യു എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ, അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് സിനാറിയോയിൽ അനുസരിച്ചിട്ട് ഈ എ എന്ന പൊസിഷനിൽ ടോപ്പ് സർഫസിൽ ഇരിക്കുന്ന ഈ പി എന്ന പാർട്ടിക്കിൾ യു എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ ഈ ഹൊറിസോണ്ടൽ ആക്സിസിലേക്ക് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രൊജക്ട് ചെയ്യുന്നതിനിടെ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തിയപ്പോൾ, ഈ പാർട്ടിക്കിൾ ഈ സ്ഫിയറിൽ നിന്നും സ്ലൈഡ് ഡൗൺ ചെയ്ത് ഈ സ്ഫിയറിന്റെ സർഫസിൽ നിന്നും വിട്ടുപോവുകയാണ്. and leaves the surface of the sphere after falling a height of h a/4. അതായത് ഇങ്ങനെ ഈ പാർട്ടിക്കിൾ ഈ യു എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ എ എന്ന ഇനിഷ്യൽ പൊസിഷനിൽ ഇരിക്കുന്ന സ്ഫിയറിന്റെ ടോപ്പ് സർഫസിൽ ഇരിക്കുന്ന ഈ പി എന്ന പാർട്ടിക്കിൾ യു എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ ഈ ഹൊറിസോണ്ടൽ ആക്സിസിലേക്ക് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നതിനിടെ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തിയപ്പോൾ, അതായത് a/4 എന്ന ഒരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തിയപ്പോൾ ഈ പാർട്ടിക്കിൾ പെട്ടെന്ന് തന്നെ ഈ പ്രൊജക്ഷനിൽ നിന്നും മാറി പെട്ടെന്ന് തന്നെ ഇറ്റ് സ്ലൈഡ് ഡൗൺ ദി സ്ഫിയർ, ഈ സ്ഫിയറിലേക്ക് സ്ലൈഡ് ഡൗൺ ചെയ്യാണ്. പെട്ടെന്ന് തന്നെ ഈ സ്ഫിയറിലേക്ക് സ്ലൈഡ് ഡൗൺ ചെയ്തുകൊണ്ട് അതിനുശേഷം ഈ സ്ഫിയറിൽ നിന്നും വിട്ടുപോവുകയാണ്. ഇറ്റ് സ്ലൈഡ് ഡൗൺ ദി സ്ഫിയർ ആൻഡ് ലീവ്സ് ദി സർഫസ്, ആ സ്ഫിയറിന്റെ സർഫസിൽ നിന്നും വിട്ടുപോവുകയാണ്. ആൻഡ് ലീവ്സ് ദി സർഫസ് ആഫ്റ്റർ ഫോളിങ് എ ഹൈറ്റ് ഓഫ് a/4. അപ്പോൾ ഇനിഷ്യൽ നടന്ന കാര്യം, ഒരു പാർട്ടിക്കിൾ പി എന്ന ഒരു പാർട്ടിക്കിൾ, ഇതാണ് നമ്മുടെ റേഡിയസ് എ എന്ന റേഡിയസ് ഉള്ള സ്ഫിയറാണിത്. ആ സ്ഫിയറിന്റെ ടോപ്പ് സർഫസിൽ ഒരു പി എന്ന പാർട്ടിക്കിൾ ഇരിക്കുകയായിരുന്നു എ എന്ന ഇനിഷ്യൽ പൊസിഷൻ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ഈ പി എന്ന പാർട്ടിക്കിളിന്റെ ഈ സ്ഫിയറിലെ ടോപ്പ് സർഫസിലെ പാർട്ടിക്കിളിന്റെ ഇനിഷ്യൽ പൊസിഷനാണ്. ആ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ഈ പാർട്ടിക്കിൾ യു എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ ഈ ഹൊറിസോണ്ടൽ ആക്സിസിലേക്ക് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നതിനിടെ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തിയപ്പോൾ a/4 എന്നൊരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തിയപ്പോൾ ഈ പാർട്ടിക്കിൾ ആ പോയിന്റിൽ നിന്നും യു എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ നിന്നും മാറി ഈ സ്ഫിയറിന്റെ സർഫസിലേക്ക് സ്ലൈഡ് ഡൗൺ ചെയ്ത് അതിനുശേഷം ആ സ്ഫിയറിന്റെ സർഫസിൽ നിന്നും വിട്ടുമാറുകയാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തിയപ്പോൾ a/4 എന്നൊരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തിയപ്പോൾ ഈ പാർട്ടിക്കിൾ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി ആയ യു എന്ന ആ യുവിൽ നിന്നും വിട്ടുമാറി പെട്ടെന്ന് തന്നെ ആ പ്രൊജക്ഷൻ എന്ന ഒരു പ്രോസസ്സ് വിട്ടുമാറി ആ പാർട്ടിക്കിൾ ഈ പി എന്ന പാർട്ടിക്കിൾ പെട്ടെന്ന് തന്നെ ഈ സ്ഫിയറിന്റെ സർഫസിലേക്ക് സ്ലൈഡ് ഡൗൺ ചെയ്ത് അതിനുശേഷം ഈ സ്ഫിയറിന്റെ സർഫസിൽ നിന്നും വിട്ടുമാറി പോവുകയാണ്. അങ്ങനെയെങ്കിൽ എത്രയാണ് ഈ ഇനിഷ്യൽ വെലോസിറ്റി ആയ യു? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിനാറിയോ. അപ്പോൾ ഒരു സ്ഫിയർ ഉണ്ട്, റേഡിയസ് എ ഉള്ള ഒരു സ്ഫിയർ ഉണ്ട്. ആ സ്ഫിയറിന്റെ ടോപ്പ് സർഫസിൽ ആയിട്ട് ഒരു പി എന്ന പാർട്ടിക്കിൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ പാർട്ടിക്കിളിന്റെ ടോപ്പ് സർഫസിൽ ഇരിക്കുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ ഇനിഷ്യൽ പൊസിഷനായിട്ട് ഞാൻ എ എടുത്തു. അതിനുശേഷം ഈ പാർട്ടിക്കിൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി. ദാറ്റ് മീൻസ്
ഈ എ എന്ന ഇനിഷ്യൽ പൊസിഷനിൽ ഈ പി എന്ന പാർട്ടിക്കിൾ ഇരിക്കുമ്പോൾ ഈ പാർട്ടിക്കിൾ യു എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഹൊറിസോണ്ടൽ ആക്സിസിലേക്കാണ്. അതാണ് പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ആക്സിസിലേക്കാണ്. അങ്ങനെ ഹൊറിസോണ്ടൽ ആക്സിസിലേക്ക് ആ പാർട്ടിക്കിൾ യു എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തിയപ്പോൾ, a/4 എന്നൊരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തിയപ്പോൾ ഈ പാർട്ടിക്കിൾ പി എന്ന പാർട്ടിക്കിൾ അതിൻ്റെ പ്രൊജക്ഷൻ എന്ന പ്രോസസ്സ് മാറി, പ്രൊജക്ഷൻ എന്ന പ്രോസസ്സിൽ നിന്ന് മാറി പെട്ടെന്ന് തന്നെ ഈ പാർട്ടിക്കിൾ ഈ സ്ഫിയറിൻ്റെ സർഫസിലേക്ക് സ്ലൈഡ് ഡൗൺ ചെയ്ത് അതിനുശേഷം ഈ സർഫസിൽ നിന്നും വിട്ടുപോവുകയാണ്. അപ്പോൾ സെക്കൻഡ് കേസിൽ, അപ്പോൾ ഇനിഷ്യൽ കേസിൽ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ഇതായിരുന്നു. സെക്കൻഡ് കേസിൽ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ഈ ബി ഇതായിരിക്കും. അതായത് സർഫസ് സ്ലൈഡ് ഡൗൺ ചെയ്ത് സ്ഫിയറിൻ്റെ സർഫസിൽ എത്തിക്കഴിയുമ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ഞാൻ ബി ആയിട്ട് എടുത്തു. അതിനുശേഷം ഈ ബി എന്ന പോയിന്റിൽ നിന്നും ഈ പാർട്ടിക്കിൾ ആ സ്ഫിയറിൻ്റെ സർഫസിൽ നിന്നും വിട്ടുപോവുകയാണ്. അങ്ങനെയെങ്കിൽ എത്രയായിരിക്കും ഇനിഷ്യൽ വെലോസിറ്റി ആയി യു? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആദ്യം ഈ പാർട്ടിക്കിൾ ഈ സ്ഫിയറിൻ്റെ ടോപ്പ് സർഫസിൽ ഇരുന്നപ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എ ആയിരിക്കും. ശരിയല്ലേ? പി എന്ന പാർട്ടിക്കിൾ ഈ സ്ഫിയറിൻ്റെ ടോപ്പ് സർഫസിൽ ഇരുന്നപ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ ഇനിഷ്യൽ പൊസിഷനായിട്ട് എ എടുത്തു. അതിനുശേഷം പാർട്ടിക്കിൾ യു എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ ഹൊറിസോണ്ടൽ ആക്സിസിലേക്ക് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തിയപ്പോൾ, a/4 എന്ന ഒരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തിയപ്പോൾ ഈ പാർട്ടിക്കിൾ ആ പ്രൊജക്ഷൻ എന്ന പ്രോസസ്സ് വിട്ടുമാറി ഈ സ്ഫിയറിൻ്റെ സർഫസിലേക്ക് സ്ലൈഡ് ഡൗൺ ചെയ്തു എന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ പ്രൊജക്ഷൻ എന്ന പ്രോസസ്സ് വിട്ടുമാറി ഈ പാർട്ടിക്കിൾ പിന്നെ ഈ സ്ഫിയറിൻ്റെ സർഫസിലേക്ക് സ്ലൈഡ് ഡൗൺ ചെയ്യുമ്പോൾ ഈ സ്ഫിയറിൻ്റെ സർഫസിൽ എത്തിക്കഴിയുമ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ മറ്റൊരു പൊസിഷൻ ബി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിൾ സ്ലൈഡ് ഡൗൺ ചെയ്ത് സ്ഫിയറിൻ്റെ സർഫസിൽ എത്തിക്കഴിയുമ്പോഴുള്ള പൊസിഷനാണ് ബി. അങ്ങനെയെങ്കിൽ ഇവിടെ കവർ ചെയ്തിരിക്കുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് തീറ്റ ഇങ്ങനെയായിരിക്കുമല്ലോ ഫോം ചെയ്യുന്നത്. അതായത് ടോട്ടലി പാർട്ടിക്കിൾ ഈ ഒരു എ എന്ന ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഈ ബി എന്ന ഫൈനൽ പൊസിഷൻ വരെ മൂവ് ചെയ്തിരിക്കുകയാണ്. സ്ലൈഡ് ഡൗൺ ചെയ്തു. പാർട്ടിക്കിൾ a/4 എന്നൊരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തിയപ്പോൾ പാർട്ടിക്കിൾ ആ പ്രൊജക്ഷൻ എന്ന പ്രോസസ്സ് വിട്ടുമാറ്റി സ്ഫിയറിൻ്റെ സർഫസിലേക്ക് സ്ലൈഡ് ഡൗൺ ചെയ്തു. സ്ലൈഡ് ഡൗൺ ചെയ്ത് ഫൈനലി ഈ സ്ഫിയറിൻ്റെ മറ്റൊരു സർഫസിലെത്തി. അപ്പോൾ മറ്റൊരു സർഫസിൽ എത്തി നിൽക്കുമ്പോൾ അപ്പോഴുള്ള ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷനാണ് ബി. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ പി എന്ന പാർട്ടിക്കിൾ ഉണ്ടായിരിക്കുന്ന ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇത്രയും ആയിരിക്കുമല്ലോ. ഇവിടെ ആയിരിക്കും ഫോം ശരിയല്ലേ? അപ്പോൾ ഇത്രയും എന്ന് പറയുന്നത്, അതായത് ഈ സെന്ററിൽ നിന്നും ഈ പാർട്ടിക്കിളിന്റെ എ എന്ന ഇനിഷ്യൽ പൊസിഷൻ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ആ പാർട്ടിക്കിളിന്റെ ആ സ്ഫിയറിന്റെ റേഡിയസ് ആയ എ ആണ്. പക്ഷേ ഈ a/4 എന്നൊരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തിയപ്പോഴാണ് ഈ പാർട്ടിക്കിൾ പ്രൊജക്ഷൻ എന്ന പ്രോസസ്സ് മാറ്റി സ്ഫിയറിന്റെ സർഫസിലേക്ക് സ്ലൈഡ് ഓൺ ചെയ്ത് സ്ഫിയറിന്റെ സർഫസിലെ മറ്റൊരു പോയിന്റായ ബി എന്ന പോയിന്റിൽ എത്തിയത്. അപ്പോൾ ഈ എ എന്ന ഇനിഷ്യൽ പോയിന്റിൽ നിന്ന്, അപ്പോൾ ഇവിടെ ഞാൻ എ എന്ന് പറയുന്നത് ആ പി എന്ന പാർട്ടിക്കിളിന്റെ ഇനിഷ്യൽ പൊസിഷനായിട്ടും സ്ഫിയറിന്റെ സർഫസിലുള്ള ഇനിഷ്യൽ പൊസിഷനായിട്ടും ബി എന്ന് പറയുന്നത് ഞാൻ ആ പി എന്ന പാർട്ടിക്കിളിന്റെ സ്ഫിയറിലെ സർഫസിലുള്ള ഫൈനൽ പൊസിഷനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ ഈ പാർട്ടിക്കിളിന് ഉണ്ടായിരിക്കുന്ന ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആയ തീറ്റ ഈ ഡയറക്ഷനിലായിരിക്കും ഫോം ചെയ്യുക ഇവിടെ. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനിഷ്യൽ വെലോസിറ്റി ആയ യു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു പോർഷനിൽ ഞാൻ ന്യൂട്ടന്റെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷനായ v² = u² + 2as എന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അതാണ് ഫസ്റ്റ് ഈ ഒരു പോർഷൻ. അതായത് പാർട്ടിക്കിൾ ആദ്യം പി എന്ന പാർട്ടിക്കിൾ സ്ഫിയറിന്റെ ടോപ്പ് സർഫസിൽ എ എന്ന ഇനിഷ്യൽ പൊസിഷനിൽ ഇരിക്കുകയായിരുന്നു. ആ പൊസിഷനിൽ നിന്ന് പാർട്ടിക്കിൾ യു എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ ഈ ഹൊറിസോണ്ടൽ ആക്സിസിലേക്ക് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് a/4 എന്നൊരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തിയപ്പോൾ ആ പാർട്ടിക്കിൾ പ്രൊജക്ഷൻ എന്ന പ്രോസസ്സ് മാറി എന്ത് ചെയ്തു? പാർട്ടിക്കിൾ പെട്ടെന്ന് തന്നെ ഈ സ്ഫിയറിന്റെ സർഫസിലേക്ക് സ്ലൈഡ് ഡൗൺ ചെയ്തു. അപ്പോൾ ആ സ്ഫിയറിന്റെ സർഫസിലേക്ക് സ്ലൈഡ് ഡൗൺ ചെയ്തപ്പോൾ ബി എന്ന് പറയുന്നത് ആ പാർട്ടിക്കിൾ സ്ഫിയറിന്റെ സർഫസിലെ മറ്റൊരു പോയിന്റിൽ എത്തിയപ്പോഴുള്ള ഫൈനൽ പൊസിഷനാണ് ബി. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയറക്ഷനിലായിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പാർട്ടിക്കിൾ നിൽക്കുന്നത് ഈ പോയിന്റിലാണ്.
സെക്കൻഡ് കേസിൽ പാർട്ടിക്കിൾ നിലകൊള്ളുന്നത് ഈ ബി എന്ന പൊസിഷനിലാണ്. അതിനുശേഷം ആ ബി എന്ന പൊസിഷനിൽ നിന്നുമാണ് പാർട്ടിക്കിൾ ആ സ്ഫിയറിന്റെ സർഫസിൽ നിന്നും വിട്ടുമാറുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിൽ ഞാൻ ന്യൂട്ടന്റെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യുന്നു. സോ അപ്ലൈയിങ് Newton's third equation of motion. എന്താണ് ന്യൂട്ടന്റെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ? v square is equal to u square plus 2as. അപ്പോൾ അതാണ് ഈ ഒരു പ്രോബ്ലത്തിന്റെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനിഷ്യൽ വെലോസിറ്റി ആയ u ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു പോർഷനിൽ v square is ന്യൂട്ടന്റെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ആയ v square is equal to u square plus 2as എന്ന ഇക്വേഷൻ എഴുതി. ദാറ്റ് ഈസ് v square is equal to u square plus 2gh എന്ന് എഴുതിയാൽ തെറ്റില്ല. കാരണം ഇവിടെ അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. ഏതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? ഫൈനൽ വെലോസിറ്റി ആയ v ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഏതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്? u square plus 2gh. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ എക്ക് പകരം g എഴുതിയത്? കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ന്യൂട്ടന്റെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യുന്നത് ഈ പോർഷനിലാണ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് കേസിൽ പാർട്ടിക്കിൾ ഇനിഷ്യൽ വെലോസിറ്റിയിൽ നിന്നും പാർട്ടിക്കിൾ സ്ഫിയറിന്റെ ടോപ്പ് സർഫസിൽ എ എന്ന ഇനിഷ്യൽ പൊസിഷനിൽ ഇരുന്ന പാർട്ടിക്കിൾ സ്ഫിയറിന്റെ ടോപ്പ് സർഫസിൽ നിന്നും യു എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ ഹൊറിസോണ്ടൽ ആക്സിസിലേക്ക് പ്രൊജക്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തിയപ്പോൾ a/4 എന്ന പർട്ടിക്കുലർ ഹൈറ്റ് എത്തിയപ്പോൾ പാർട്ടിക്കിൾ ആ പ്രൊജക്ഷൻ എന്ന പ്രോസസ്സ് മാറ്റി സ്ഫിയറിന്റെ മറ്റൊരു സർഫസിലേക്ക് സ്ലൈഡ് ഡൗൺ ചെയ്തു. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്നത് ഈ ബി എന്ന പാർട്ടിക്കിളിന്റെ സ്ഫിയറിന്റെ സർഫസിലുള്ള മറ്റൊരു പോയിന്റാണ്. ബി എന്ന പാർട്ടിക്കിളിന്റെ മറ്റൊരു പൊസിഷനാണ് ബി. അപ്പോൾ ഇപ്പോൾ സെക്കൻഡ് കേസിൽ സ്ലൈഡ് ഡൗൺ ചെയ്ത പാർട്ടിക്കിളിനുള്ള പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഈ പോയിന്റിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പാർട്ടിക്കിൾ ഈ ഒരു പോയിന്റ് സ്ഫിയറിന്റെ സർഫസിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പാർട്ടിക്കിളിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. അതായിരിക്കും ആ പാർട്ടിക്കിളിന്റെ വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന എനർജി. അതുകൊണ്ടാണ് ഞാനിവിടെ ആക്സിലറേഷൻ, അതായത് സ്ലൈഡ് ഓൺ ചെയ്ത പാർട്ടിക്കിൾ ഈ സ്ഫിയറിന്റെ സർഫസിൽ ഇരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പാർട്ടിക്കിൾ ഉണ്ടാവുന്ന ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ പാർട്ടിക്കിളിന്റെ വെയിറ്റ് പി എന്ന പാർട്ടിക്കിളിന്റെ വെയിറ്റ് ആയി എനർജി ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എഴുതുന്നത്. എസിന് പകരം ഞാൻ എസ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ എച്ച് എഴുതി. ദാറ്റ് ഈസ് v square is equal to u square നമുക്ക് അറിയില്ല, അതേപോലെ എഴുതുക, പ്ലസ് 2gh. എത്രയാണ് h? ഒരു പർട്ടിക്കുലർ a/4 എന്നൊരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തിക്കഴിഞ്ഞപ്പോഴാണ് പാർട്ടിക്കിൾ ഈ പ്രൊജക്ഷൻ എന്ന പ്രോസസ്സ് ചേഞ്ച് ചെയ്ത് സ്ലൈഡ് ഓൺ എന്ന പ്രോസസ്സിലേക്ക് പോയി. സ്ലൈഡ് ഓൺ ചെയ്തുകൊണ്ട് ഈ സ്ഫിയറിന്റെ മറ്റൊരു സ്ഫിയറിന്റെ സർഫസിലെ മറ്റൊരു പോയിന്റായി ബി എന്ന സ്ഫിയറിന്റെ സർഫസിൽ എത്തി. സ്ഫിയറിന്റെ സർഫസിലുള്ള മറ്റൊരു പോയിന്റായി ബി എന്ന പോയിന്റിൽ എത്തി. അപ്പോൾ ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അറ്റ് എ ഹൈറ്റ് ഓഫ് a/4 at a and smooth surface of a sphere of radius a, it slides down the sphere and leaves the surface after falling a height of a/4. അപ്പോൾ ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് a/4 എന്നൊരു പർട്ടിക്കുലർ ഹൈറ്റ് കഴിഞ്ഞപ്പോഴാണ് ആ പാർട്ടിക്കിൾ പ്രൊജക്ഷൻ എന്ന പ്രോസസ്സ് മാറ്റി സ്ലൈഡ് ഓൺ ചെയ്ത് ഈ സ്ഫിയറിന്റെ സർഫസിലെ മറ്റൊരു പോയിന്റായ ബി എന്ന പോയിന്റിൽ പാർട്ടിക്കിൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഹൈറ്റ് എത്രയായിരിക്കും? a/4. That is v square is equal to u square plus 2ga/4. 2ga/4. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്. v square is equal to u square plus 2ga/4, where a/4 is the height, or v square is equal to u square plus 2g u square plus ag/2. ശരിയല്ലേ? ag/2 ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനിഷ്യൽ വെലോസിറ്റി യു ആയ യു എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇതായിരുന്നു. നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മൾ ന്യൂട്ടന്റെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ആയ v square is equal to u square plus 2as എന്ന ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തു. അത് അപ്ലൈ ചെയ്ത് നമ്മുടെ എച്ചിനുള്ള വാല്യൂസ് എല്ലാം അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ഇക്വേഷനിലാണ്
വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് എ ജി ബൈ 2. അത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതും. ഇനി നമ്മൾ നേരെ ഫിഗറിലേക്ക് പോകും. അപ്പോൾ അത് ആ ഫസ്റ്റ് ഇക്വേഷൻ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് എ ജി ബൈ 2 ആണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അത് അങ്ങനെ കിടന്നോട്ടെ. ഇനി നമ്മൾ നേരെ ഫിഗറിലേക്ക് പോവാം. അപ്പോൾ ആദ്യം പി എന്ന പാർട്ടിക്കിൾ ഈ സ്ഫിയറിന്റെ ടോപ്പ് സർഫസിലുള്ള എ എന്ന ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും യു എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ a/4 എന്ന ഹൈറ്റില് a/4 എന്ന ഹൈറ്റിലല്ല, പാർട്ടിക്കിൾ യു എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ ഈ ഹൊറിസോണ്ടൽ ആക്സിലേക്ക് പതുക്കെ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു ഫസ്റ്റ് കേസ്. പക്ഷേ a/4 എന്നൊരു പെർട്ടിക്കുലർ ഹൈറ്റ് എത്തിയപ്പോൾ ഈ പാർട്ടിക്കിൾ പെട്ടെന്ന് തന്നെ ആ പ്രൊജക്ഷൻ എന്ന പ്രോസസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ എന്ന പാർട്ടിക്കിൾ ഈ സ്ഫിയറിന്റെ സ്ഫിയറിന്റെ മറ്റൊരു സർഫസിലേക്ക് പെട്ടെന്ന് തന്നെ സ്ലൈഡ് ഡൗൺ ചെയ്തു. അപ്പോൾ അങ്ങനെ സ്ലൈഡ് ഡൗൺ ചെയ്ത് ഈ പാർട്ടിക്കിൾ സ്ഫിയറിന്റെ എ എന്ന ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും സർഫസിലുള്ള മറ്റൊരു പോയിന്റായ ബി എന്ന പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് കേസിൽ സ്ലൈഡ് ഡൗൺ ചെയ്തൊക്കെ കഴിഞ്ഞ് സ്ഫിയറിന്റെ മറ്റൊരു സർഫസിലേക്ക് പാർട്ടിക്കിൾ സ്ലൈഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള പാർട്ടിക്കിളിന്റെ ഫൈനൽ പൊസിഷനായിരുന്നു ബി. അതായിരുന്നു ഈ പോയിന്റ്. ആ സ്ഫിയറിന്റെ സർഫസിലുള്ള മറ്റൊരു പോയിന്റിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ സ്ഫിയറിന്റെ മറ്റൊരു പോയിന്റിൽ ബി എന്ന മറ്റൊരു സർഫസിലുള്ള മറ്റൊരു പോയിന്റിൽ ഈ പാർട്ടിക്കിൾ എത്തി നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കിളിന് തീർച്ചയായിട്ടും ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒരു mg ആയ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യും. അതായിരിക്കും ആ പാർട്ടിക്കിളായ പിയുടെ വെയിറ്റ് അല്ലേ. അപ്പോൾ സ്ലൈഡ് ഡൗൺ ചെയ്ത് ഇപ്പോൾ പി എന്ന പാർട്ടിക്കിൾ എത്തി നിൽക്കുന്നത് ഈ സ്ഫിയറിന്റെ സർഫസിലുള്ള ബി എന്ന മറ്റൊരു പോയിന്റിലാണ്. അപ്പോൾ ഈ പി എന്ന പാർട്ടിക്കിൾ ഈ സ്ഫിയറിലെ സർഫസിലുള്ള ബി എന്ന മറ്റൊരു പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ആ പാർട്ടിക്കിളിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അവിടെ ഉണ്ടാവും. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയ mg ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക്. ഇനി ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയ mgക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഒരു പാരലൽ കമ്പോണന്റ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സിനോട് പാരലൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കമ്പോണന്റ്, അതേപോലെ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന മറ്റൊരു കമ്പോണന്റ്. ഏതാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയ mgയോട് പാരലൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന കമ്പോണന്റ്? mg sin θ. അതേപോലെ തന്നെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന mg cos θ. പ്രൊജക്റ്റ് ചെയ്യുന്നു. ഇതാണ് ഹൊറിസോണ്ടൽ ആക്സിസ്, റേഡിയസ് എ, സെൻറ്റർ സി. പ്രൊജക്റ്റ് ചെയ്യുന്നു. ഇനിഷ്യൽ വെലോസിറ്റി യുവിൽ ഒരു പർട്ടിക്കുലർ ഹൈറ്റായ a/4 എത്തിയപ്പോൾ പാർട്ടിക്കിൾ സർഫസിലേക്ക് സ്ഫിയറിന്റെ മറ്റൊരു സർഫസിലേക്ക് സ്ലൈഡ് ഡൗൺ ചെയ്ത് മറ്റൊരു സ്ഫിയറിന്റെ സർഫസിലെ മറ്റൊരു പോയിന്റായ ബി എന്ന പോയിന്റിലെത്തി. അപ്പോൾ ഈ ഒരു ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇത്രയുമായിരിക്കും. ഇവിടെ ആയിരിക്കും ഫോം ചെയ്യുക. ഉണ്ടായിരിക്കുന്ന ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എയിൽ നിന്നും ബിയിലേക്ക് പാർട്ടിക്കിൾ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയറക്ഷനിലേക്കായിരിക്കും ഫോം ചെയ്യുക. തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ഇനി അവിടെ നമ്മൾ ന്യൂട്ടന്റെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ഇക്വേഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് എ ജി ബൈ 2 എന്ന് കിട്ടി. അത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനായിട്ട് എഴുതി നോട്ടെ. അതിനുശേഷം നമ്മൾ ഫിഗറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ പാർട്ടിക്കിൾ ബി എന്ന സ്ലൈഡ് ഡൗൺ ചെയ്ത പ്രൊജക്ഷൻ എന്ന പ്രോസസ്സ് a/4 എന്ന ഹൈറ്റ് കഴിഞ്ഞപ്പോൾ ഈ പാർട്ടിക്കിൾ പെട്ടെന്ന് തന്നെ പ്രൊജക്ഷൻ എന്ന പ്രോസസ്സ് മാറ്റിക്കൊണ്ട് പാർട്ടിക്കിളായി സ്ഫിയറിന്റെ സർഫസിലെ മറ്റൊരു പോയിന്റിലേക്ക് സ്ലൈഡ് ഡൗൺ ചെയ്ത് സ്ഫിയറിന്റെ സർഫസിലുള്ള മറ്റൊരു ബി എന്ന ഫൈനൽ പൊസിഷനിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ബി എന്ന ഫൈനൽ പൊസിഷനിൽ എത്തി നിൽക്കുമ്പോൾ ഈ പി എന്ന പാർട്ടിക്കിൾ അനുഭവിക്കുന്ന ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സായ mg ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യും. അതായിരിക്കും ആ പാർട്ടിക്കിളിന്റെ വെയിറ്റ്, പി എന്ന പാർട്ടിക്കിളിന്റെ വെയിറ്റ്. അത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആയിരിക്കും mg. അതേപോലെ തന്നെ അപ്പോൾ ഈ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് പാരലൽ ആയിട്ടൊരു കമ്പോണന്റ് ഉണ്ടാവും, അതേപോലെ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് ഉണ്ടാവും, ഒരു നോർമൽ റിയാക്ഷനും ഉണ്ടാവും. ഒരു പാർട്ടിക്കിൾ ഈ പോയിന്റിൽ ഇരിക്കുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ വെയിറ്റ് ആയ mg ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യും. ഈ ഡയറക്ഷനിലേക്ക് ഒരു നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യും. ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് രണ്ട് കമ്പോണൻസ് കാണും. ഒന്ന് അതിന്റെ പാരലൽ കമ്പോണന്റ് mg sin θ, ഈ ഡയറക്ഷനിലേക്ക് mg sin θ. അതേപോലെ തന്നെ ഒരു പെർപെൻഡിക്കുലർ കമ്പോണന്റ് mg cos θ. പക്ഷേ നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്തത് ഇതൊരു സ്ഫിയർ ആണ്. അത് സർക്കുലർ ഷേപ്പിലുള്ള ഒരു സ്ഫിയർ ആണ്. അതുകൊണ്ട് തന്നെ
അപ്പോൾ ഈ പാർട്ടിക്കിൾ തീർച്ചയായിട്ടും മൂവ് ചെയ്യാൻ സാധ്യത സർക്കുലർ പാത്തിലായിരിക്കും, കാരണം സ്ഫിയർ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പാർട്ടിക്കിൾ സ്ലൈഡ് ഡൗൺ ചെയ്ത് ഈ സ്ഫിയറിന്റെ മറ്റൊരു സർഫസിൽ എത്തി നിൽക്കുമ്പോൾ ബി എന്ന മറ്റൊരു സ്ഫിയറിന്റെ സർഫസിലെ ബി എന്ന മറ്റൊരു പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു പാർട്ടിക്കിളിന് ഏതൊരു പാർട്ടിക്കിളും സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിൾ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് അനുഭവിക്കും. അതേപോലെ തന്നെ ഇവിടെയും ഈ ബി എന്ന പാർട്ടിക്കിൾ ഈ സ്ഫിയറിന്റെ സർഫസിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിൾ സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. കാരണം സ്ഫിയർ സർക്കുലർ ഷേപ്പിലായതുകൊണ്ട് സർക്കുലർ പാത്തിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പി എന്ന പാർട്ടിക്കിൾ ഈ ബി എന്ന പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ അതൊരു സെൻട്രിപിറ്റൽ ഫോഴ്സ് അനുഭവിക്കും. ഇവിടെ ഈ ബി എന്ന പാർട്ടിക്കിൾ അനുഭവിക്കുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയ എം ജിയുടെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് ആയ എം ജി കോസ് തീറ്റയും അതേപോലെ തന്നെ ആ എം ജി കോസ് തീറ്റ എന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റിനോട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷനുമായിരിക്കും. അപ്പോൾ ഈ രണ്ട് ഫോഴ്സസ് ആയിരിക്കും ഈ ബി എന്ന പോയിന്റിൽ എത്തി നിൽക്കുന്ന പാർട്ടിക്കിളിന് വേണ്ട സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യും. ശരിയല്ല? അതായത് കാരണം അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് ആയ എം ജി കോസ് തീറ്റയും ആ പെർപെൻഡിക്കുലർ കമ്പോണന്റിനോട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷനുമാണ് ഈ ബി എന്ന പോയിന്റിൽ നിലനിൽക്കുന്ന പി എന്ന പാർട്ടിക്കിളിന് വേണ്ട സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയ എം വി സ്ക്വയർ ബൈ ആർ. സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. ആ സെൻട്രിപിറ്റൽ ഫോഴ്സിന് വേണ്ട ആ പി എന്ന പാർട്ടിക്കിളിന് വേണ്ട ഏതൊരു പാർട്ടിക്കിളും സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിൾ തീർച്ചയായിട്ടും ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് അനുഭവിക്കും. അതേപോലെ തന്നെ ഇവിടെയും ഈ പി എന്ന പാർട്ടിക്കിൾ ഈ സ്ഫിയറിലൂടെ ആകമൊത്തം മൂവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ പി എന്ന പാർട്ടിക്കിൾ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് അനുഭവിക്കുന്നുണ്ട്. ആ പി എന്ന പാർട്ടിക്കിൾ അനുഭവിക്കേണ്ട അത്രയും സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന എം ജി കോസ് തീറ്റ, മറ്റൊരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ എം ജി കോസ് തീറ്റ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന എം ജി കോസ് തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷനുമാണ്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സസ് ആയിരിക്കും ഈ ബി എന്ന പോയിന്റിൽ എത്തി നിൽക്കുന്ന പി എന്ന പാർട്ടിക്കിൾ അനുഭവിക്കേണ്ട അത്രയും സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റായ എം ജി കോസ് തീറ്റയും അതേപോലെ തന്നെ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് എം ജി കോസ് തീറ്റ എന്ന ഫോഴ്സിന്റെ കമ്പോണന്റിനോട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷനായി എണ്ണുമായിരിക്കും. നോർമൽ റിയാക്ഷൻ നോർമൽ ഫോഴ്സും ആയിരിക്കും. സോ അപ്പോൾ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. The required centripetal force for the particle P at the position B. For the particle P at the position B is provided by mg cos theta, which is the perpendicular component of gravitational force. Mg cos theta and normal reaction N and normal reaction, which is acting in the opposite direction of mg cos theta, normal reaction. So the centripetal force, എന്താണ് centripetal force equation എന്താണ്? mv square by r അല്ലേ? സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എം വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ ഈ ഒരു സെന്റൻസ് അനുസരിച്ചിട്ട് എം ജി കോസ് തീറ്റ പ്ലസ് എം വി സ്ക്വയർ ബൈ ആർ പ്ലസ് എൻ ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ എന്ന രീതിയിൽ തെറ്റില്ല. ശരിയല്ലേ? ഇതിനർത്ഥം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഈ എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്നത് ഈ ബി എന്ന പൊസിഷനിൽ പാർട്ടിക്കിൾ ഇരിക്കുമ്പോഴുള്ള ആ പാർട്ടിക്കിൾ അനുഭവിക്കുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് എം വി സ്ക്വയർ ബൈ ആർ. ആ എം വി സ്ക്വയർ ബൈ ആർ ഈ പാർട്ടിക്കിളിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയ എം ജിയുടെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് ആയ എം ജി കോസ് തീറ്റയും അതേപോലെ തന്നെ ആ എം ജി കോസ് തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷനായ എന്നുമാണ്. നോർമൽ റിയാക്ഷനായ എന്നുമാണ്. നോർമൽ റിയാക്ഷനായ എന്നുമാണ്. That is mg cos theta
പ്ലസ് മൈനസ് എൻ. ഇവിടെ മൈനസ് എൻ വരാൻ കാരണം നോർമൽ റിയാക്ഷൻ ഈ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യാണ്. അതായത് ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ ഒരു സ്ലൈഡിങ് സർഫസ് ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യില്ല. അതേപോലെ തന്നെ ഇവിടെ എം ജി കോസ് തീറ്റ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്ക് ഈ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു നോർമൽ റിയാക്ഷൻ, ഒരു നോർമൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ എം ജി കോസ് തീറ്റ പ്ലസ് മൈനസ് എൻ ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ സ്ഫിയറിന്റെ സർഫസിൽ ഇരിക്കുന്ന ബി എന്ന പോയിന്റിൽ ഇരിക്കുന്ന ഈ പി എന്ന പാർട്ടിക്കിളിന് വേണ്ട സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയ എം ജിയുടെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് ആയ എം ജി കോസ് തീറ്റയും, മറ്റൊരാൾ നോൺ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ആ എം ജി കോസ് തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന, അതായത് എം ജി കോസ് തീറ്റ ഈ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നു, നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് സൈൻ വന്നിട്ടുള്ളത്. ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. ഇവിടെ എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്നത് ബി എന്ന പൊസിഷനിൽ സ്ഫിയറിന്റെ സർഫസിലുള്ള ബി എന്ന പോയിന്റിൽ എത്തി നിൽക്കുമ്പോഴുള്ള ബി എന്ന പാർട്ടിക്കിൾ അനുഭവിക്കുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ് എം വി സ്ക്വയർ ബൈ ആർ. ആ ഫോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് ഫോഴ്സസ് ആണ്. ഒന്ന് ഈ എം ജിക്ക് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന എം ജി കോസ് തീറ്റ, മറ്റൊരാൾ ആ എം ജി കോസ് തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് എന്ന്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ആൻഡ് ലീവ്സ് ദ സർഫസ് ആഫ്റ്റർ ഫോളിങ് എ ഹൈറ്റ് ഓഫ് എച്ച്. അതായത് സർഫസിലെത്തി ആ സർഫസിൽ എത്തി നിൽക്കുന്നില്ല പാർട്ടിക്കിൾ, ആ സർഫസിലെത്തി അതിനുശേഷം ആ സർഫസിൽ നിന്നും ലീവ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ആ സർഫസിൽ നിന്ന് വിട്ടു പോവുക, ലീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഈ നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് സീറോ ആയിരിക്കില്ലേ? അതായത് ഒരു പാർട്ടിക്കിൾ ആ സർഫസിൽ നിന്ന് വിട്ടു മാറിയാൽ പിന്നെ അവിടെ ഫോഴ്സ് ഇല്ല, നോർമൽ ഫോഴ്സ് അല്ലെങ്കിൽ നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യില്ല. ആ പാർട്ടിക്കിൾ ആ പോയിന്റിൽ എത്തി നിൽക്കുന്ന അത്രയും കാലമാണ് നോർമൽ റിയാക്ഷൻ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുക. ആ പാർട്ടിക്കിൾ സർഫസിൽ നിന്നും വിട്ടുപോയാൽ അല്ലെങ്കിൽ ലീവ് ചെയ്താൽ പിന്നെ അവിടെ നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ നോർമൽ ഫോഴ്സിന് പ്രസക്തിയില്ല. ആ പാർട്ടിക്കിൾ ആ പോയിന്റിൽ നിൽക്കുന്നത് കൊണ്ടാണ് അവിടെ നോർമൽ റിയാക്ഷൻ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നത്. ആ പാർട്ടിക്കിൾ ആ സർഫസിൽ നിന്ന് വിട്ടു മാറിയാൽ പിന്നെ അവിടെ എന്നിൻ്റെ ആവശ്യമില്ല, ശരിയല്ലേ? അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് അല്ലെങ്കിൽ നോർമൽ റിയാക്ഷന് പ്രസക്തിയില്ല. സോ എം ജി കോസ് തീറ്റ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്: എം ജി കോസ് തീറ്റ minus n is equal to mv square by r. പക്ഷേ ക്വസ്റ്റ്യൻ പ്രത്യേകം പറയുന്നുണ്ട് സ്ലൈഡ് ഡൗൺ ദ സ്ഫിയർ ആൻഡ് ലീവ്സ് ദ സർഫസ്. ആദ്യം ആ സ്ഫിയറിന്റെ സർഫസിലേക്ക് സ്ലൈഡ് ഡൗൺ ചെയ്തു, അതിനുശേഷം സ്ലൈഡ് ഡൗൺ ചെയ്തതിനു ശേഷം ഈ പാർട്ടിക്കിൾ ആ ബി എന്ന പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആ പാർട്ടിക്കിൾ സർഫസിലേക്ക് സ്ലൈഡ് ഡൗൺ ചെയ്തതിനു ശേഷം ആ സർഫസിൽ നിന്നേ വിട്ടുപോവുകയാണ്. അപ്പോൾ ഈ ഒരു പാർട്ടിക്കിൾ ഈ പോയിന്റിൽ എത്തി നിൽക്കുന്ന അത്രയും കാലം മാത്രമേ ഇവിടെ നോർമൽ റിയാക്ഷനായ എൻ അല്ലെങ്കിൽ നോർമൽ ഫോഴ്സിന് പ്രസക്തിയുള്ളൂ. ആ പാർട്ടിക്കിൾ ഈ സർഫസിൽ നിന്ന് വിട്ടുമാറിയാൽ പിന്നെ ഇവിടെ നോർമൽ ഫോഴ്സിന്റെ ആവശ്യമില്ല, നോർമൽ ഫോഴ്സിന്റെ പ്രസക്തിയില്ല. സോ ഇവിടെ നമുക്ക് എം ജി കോസ് തീറ്റ മൈനസ് 0 ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ എന്ന് എഴുതിയാൽ തെറ്റില്ല. ദാറ്റ് ഈസ് എം ജി കോസ് തീറ്റ is equal to mv square by r. That is mg cos theta minus 0 is equal to mv square by r. That is mg cos theta is equal to mv square by a എന്ന് എഴുതാൻ തെറ്റില്ല. കാരണം ഇവിടെ ഈ എം ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, എം ജി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എം വി സ്ക്വയർ ബൈ ആർ ആണ്. എം മാസ്, വി വെലോസിറ്റി, ആർ എന്ന് പറഞ്ഞാൽ ആ സ്ഫിയറിന്റെ റേഡിയസ് ആണ്. ഇവിടെ നമ്മൾ സ്ഫിയറിന്റെ റേഡിയസ് ആയിട്ട് എ ആണ് എടുത്തിരിക്കുന്നത്. സോ ആറിന് പകരം ഞാൻ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എഴുതും. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടിയത് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് എ ജി ബൈ 2 ആണ് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ പറഞ്ഞത് എം ജി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ എ എന്ന് കിട്ടും. ഇവിടെ എം ക്യാൻസൽ ആയിപ്പോയി. പിന്നെ നമുക്ക് കിട്ടുന്നത് ജി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ എ എന്ന് കിട്ടും. ഇനി നമ്മൾ നേരെ ഫിഗറിലേക്ക് പോവാം.
അപ്പോൾ ഇനി ജി കോസിറ്റ് എത്ര നമുക്ക് അറിയത്തില്ല, കോസിറ്റ് നമുക്ക് നോക്കണം. അപ്പോൾ ഇവിടെ ഈ ഇത്രയും ഡിസ്റ്റൻസ് ഈ സർഫസിൻ്റെ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്നും ഈ സർഫസിലെ എ എന്ന ഇനിഷ്യൽ പോയിന്റ് വരെയുള്ള ദൂരം ആയിരിക്കും ആ സ്ഫിയറിൻ്റെ റേഡിയസ് ആയ എ. ഇത്രയും ഡിസ്റ്റൻസ് ഇത്രയും പോർഷൻ എന്ന് പറഞ്ഞാൽ എച്ച് ആയി ഇത്രയും പോർഷൻ ഇത്രയും ഹൈറ്റ് കവർ ചെയ്തപ്പോഴാണ് പാർട്ടിക്കിൾ സൈഡ് ഓൺ ചെയ്തത്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. ഇത്രയും ഡിസ്റ്റൻസ് എ, ഇത്രയും ഡിസ്റ്റൻസ് എച്ച്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എ മൈനസ് എ ബൈ എച്ച് ആയിരിക്കില്ലേ? അതായത് എച്ചിൻ്റെ വാല്യൂ എ ബൈ 4. സോ അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എ മൈനസ് എ ബൈ 4 ആയിരിക്കും. ദാറ്റ് ഈസ് 4a ബൈ എ ബൈ 4, ദാറ്റ് ഈസ് 3a ബൈ 4. അപ്പോൾ ഇത്രയും പോർഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3a ബൈ 4 ആയിരിക്കില്ലേ? ഇനി നമുക്ക് കോസിറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ കോസിറ്റ ആംഗിൾ ഫോം ചെയ്തിരിക്കും എം ജി കോസിറ്റ ഈ ഡയറക്ഷനിലേക്ക്, തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആയ തീറ്റ ഈ ഡയറക്ഷനിൽ ഫോം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് എടുത്താൽ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് എടുത്താൽ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് എടുത്താൽ ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ സ്ഫിയറിന്റെ റേഡിയസ് ആയ എ, അതിൽ ഇത്രയും ഡിസ്റ്റൻസ് ഹൈറ്റ് ആയ എ ബൈ 4 ആണ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എ മൈനസ് എ ബൈ 4 ഇസ് ഈക്വൽ ടു 3a ബൈ 4 ആയിരിക്കും. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് 3a ബൈ 4. ഇതെന്ന് പറഞ്ഞാൽ സ്ഫിയറിന്റെ മറ്റൊരു റേഡിയസ് എ, സെൻട്രൽ നിന്നും മറ്റൊരു ബി എന്ന ഫൈനൽ പോയിന്റ് വരെയുള്ള ദൂരം അത് സ്ഫിയറിന്റെ റേഡിയസ് ആയ എ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കോസ് തീറ്റ, ഇവിടെ നമ്മൾ എം ജി കോസ് തീറ്റ ഈ ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ എങ്ങനെയായിട്ട്, അപ്പോൾ ഇത് നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് എടുത്താൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു adjacent side by hypotenuse. Cos theta is equal to adjacent side by hypotenuse. ഇവിടെ ഏതാണ് adjacent side? ഇത്രയും ഡിസ്റ്റൻസ് എ, ഇത്രയും ഡിസ്റ്റൻസ് എ ബൈ 4. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് 3a ബൈ 4 ബൈ ഹൈപ്പോട്ടന്യൂസ്, ഏറ്റവും നീളം കൂടിയ വശം റേഡിയസ് ആയ എ എന്ന് കിട്ടി. ദാറ്റ് ഈസ് 3a ബൈ 4 by a is equal to 3 by 4 എന്ന് കിട്ടി. cos theta വാല്യൂ 3 by 4 എന്ന് കിട്ടി. സോ g 3 by 4 is equal to v square by a എന്ന് കിട്ടി. ഇവിടെ നമ്മുടെ v സ്ക്വയറിന്റെ വാല്യൂ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. g 3 by 4 is equal to v square by a. that is g 3 by 4 is equal to എത്രയാണ് v സ്ക്വയറിന്റെ വാല്യൂ? ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. u സ്ക്വയർ പ്ലസ് u സ്ക്വയർ പ്ലസ് u സ്ക്വയർ പ്ലസ് ag ബൈ 2, u സ്ക്വയർ പ്ലസ് ag ബൈ 2 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കണ്ടുവച്ചിട്ടുണ്ട്. ആ v സ്ക്വയറിന്റെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിലെ v സ്ക്വയറിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ g ഇൻറ്റു 3 by 4 ഇസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് ag ബൈ 2 എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യുവിൻ്റെ വാല്യൂ ആണ്. സോ ഇവിടെ g ഇൻറ്റു 3 by 4 മൈനസ് ag ബൈ 2 ഇസ് ഈക്വൽ ടു u സ്ക്വയർ, or u square is equal to g 3 by 4 minus ag by 2. by a. g into 3 by 4 is equal to a and a എഴുതാൻ മറക്കരുത്. g into 3 by 4 is equal to u square plus ag by 2 divided by a. That is ag 3 by 4 is equal to u square plus ag by 2 എന്ന് കിട്ടി. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് u ആണ്. u square is equal to ag 3 by 4 minus ag by 2 എന്ന് എഴുതാൻ തെറ്റില്ല. That is u square. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ്?
u square is equal to u square is equal to ag 3 by 4 minus ag by 2. That is u square is equal to ag common എടുത്താൽ ag into 3 by 4 minus 1 by 2. That is u square is equal to ag into 6 minus 4 by 8. That is u square is equal to ag into 2 by 8. That is 1 by 4. U square is equal to ag into 1 by 4. അതായത് u square is equal to ag by 4 or u is equal to root of ag by 4. That is root of ag by 2. അപ്പോൾ റൈറ്റ് ആൻസർ റൂട്ട് ഓഫ് എ ജി ബൈ 2 ആണ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ആയ യു എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ ജി ബൈ 2 ആണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഏതൊരു ഇയറിൽ നീറ്റിൻ്റെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രൊജക്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിഫോം സർക്കുലർ മോഷൻ ആൻഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നും നീറ്റിൻ്റെ എക്സാമിന് ഏതൊരു ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ റൂട്ട് ഓഫ് എ ജി ബൈ 2 ആണ്. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് root of ag by 3. Sorry. Root of ag by 2 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നമ്മൾ കണ്ടെത്തി ഇനിഷ്യൽ വെലോസിറ്റി u is equal to റൂട്ട് ഓഫ് എ ജി ബൈ 2 എന്നുള്ളത് നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി യുവിൻ്റെ വാല്യൂ റൂട്ട് ഓഫ് എ ജി ബൈ 2 ആണ്. അപ്പോൾ ആ റൂട്ട് ഓഫ് എ ജി ബൈ 2ലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫിഗർ വരയ്ക്കുക. ശരിക്കും പറഞ്ഞാൽ പ്രോബ്ലം നന്നായിട്ട് വായിക്കുക. പ്രോബ്ലം നന്നായിട്ട് വായിച്ചതിന് ശേഷം അതിൽ ഓരോ സെൻറ്റൻസ് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മളൊന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യുക. ഫിസിക്സ് എപ്പോഴും അങ്ങനെയാണ്, ഇമാജിനേഷനാണ്. നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങളിലേക്ക് എത്തുക. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടുകയാണ്. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഫിസിക്സ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന് ഫിസിക്സിൻ്റെ ഈ ഒരു പ്രോബ്ലം എന്നല്ല, ഏതൊരു പ്രോബ്ലം വായിച്ചാലും ഏതൊരു ചാപ്റ്ററിലെ ഏതൊരു പ്രോബ്ലം വായിച്ചാലും നമ്മൾ ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോഴും നമ്മൾ മനസ്സിലത് ഇമാജിൻ ചെയ്യുകയാണ്. നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മളത് പഠിച്ച കാര്യങ്ങളുമായിട്ട് നമ്മളത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ പ്രോബ്ലം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. പക്ഷേ നമ്മൾ ഇമാജിൻ ചെയ്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്, സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഇനിഷ്യൽ വെലോസിറ്റി യു കാണാനുള്ള വഴികളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു പോർഷനിൽ ന്യൂട്ടൻ്റെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് എ ജി ബൈ 2 എന്ന ഇക്വേഷൻ കിട്ടി. അത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനായിട്ട് എഴുതി. അതിനുശേഷം നമ്മൾ ഈ ഒരു ട്രയാങ്കിളിലേക്ക് പോയി. ആ ട്രയാങ്കിളിൽ ഈ പാർട്ടിക്കിൾ സ്ലൈഡ് ഓൺ ചെയ്ത ബി എന്ന സ്ഫിയറിൻ്റെ സർഫസിലെ ബി എന്ന മറ്റൊരു പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ആ പാർട്ടിക്കിളിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സായി എം ജി കാണും. ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പാർട്ടിക്കിളിൻ്റെ വെയിറ്റ് ആയിരിക്കും. പിന്നെ ആ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സായ എം ജിക്ക് രണ്ട് കമ്പോണൻസ് കാണും. ഒരു പാരലൽ കമ്പോണൻറ്റ്, ഒരു പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്. പാരലൽ കമ്പോണൻറ്റ് എം ജി സൈൻ തീറ്റ ഈ ഡയറക്ഷനിലേക്കായിരിക്കും, എം ജി കോസ് തീറ്റ ഈ ഡയറക്ഷനിലേക്ക്. അപ്പോൾ ഇവിടെ ഇത് സ്ഫിയർ ആണ്, അതായത് സർക്കുലർ ഷേപ്പുള്ളൊരു സ്ഫിയർ ആണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ, ഈ പി എന്ന പാർട്ടിക്കിൾ ഈ സ്ഫിയറിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അപ്പോൾ ഏതൊരു പാർട്ടിക്കിൾ ആണെങ്കിലും ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതൊരു സെൻട്രിപിറ്റൽ ഫോഴ്സ് അനുഭവിക്കും. ഇവിടെ ബി എന്ന പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ഈ പി എന്ന പാർട്ടിക്കിൾ അനുഭവിക്കുന്ന ടോട്ടൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സായ എം ജിയോട് പെർപെൻഡിക്കുലർ അറ്റാക്ക് ചെയ്യുന്ന എം ജി കോസ് എന്ന കമ്പോണൻറ്റും, അതേപോലെ തന്നെ ആ എം ജി കോസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ എൻ ആയിരിക്കും. പക്ഷേ അപ്പോൾ ഈ നോർമൽ റിയാക്ഷനായി എന്ന് അവിടെ ഉണ്ടാവുന്നത് ഈ പാർട്ടിക്കിൾ ഈ സർഫസിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ്. എപ്പോഴാണോ ഈ പാർട്ടിക്കിൾ സർഫസിൽ നിന്നും വിട്ടുമാറുന്നത് പിന്നീട് നോർമൽ റിയാക്ഷൻ്റെ ആവശ്യമില്ല. എത്രത്തോളം കാലമാണോ ആ പാർട്ടിക്കിൾ ആ സ്ഫിയറിൻ്റെ സർഫസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് അത്രയും കാലമായിരിക്കും നോർമൽ റിയാക്ഷൻ അവിടെ ഉണ്ടാവുക. ആ പാർട്ടിക്കിൾ സർഫസിൽ നിന്ന് വിട്ടുമാറിയാൽ പിന്നെ അവിടെ നോർമൽ റിയാക്ഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് എം ജി കോസ് തീറ്റ
പ്ലസ് മൈനസ് ഓഫ് നോർമൽ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. അവിടെ എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്നത് ഈ ബി എന്ന സർഫസിൽ എത്തി നിൽക്കുന്ന പി എന്ന പാർട്ടിക്കിൾ അനുഭവിക്കുന്ന ടോട്ടൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനോട് പെർപെൻഡിക്കുലർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് ആയ എം ജി കോസ് തീറ്റയും ആ എം ജി കോസ് തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷനായി എന്നുമാണ്. പക്ഷേ ക്വസ്റ്റ്യൻ പ്രത്യേകം പറയുന്നുണ്ട്, സ്ലൈഡ് ഡൗൺ ചെയ്ത പാർട്ടിക്കിൾ ഈ ബി എന്ന സർഫസിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആ സർഫസിൽ നിന്നും പിന്നെ ബി എന്ന പോയിന്റിൽ നിന്ന് പിന്നെ സർഫസിൽ നിന്ന് തന്നെ വിട്ടുമാറുകയാണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ സ്ഫിയറിന്റെ സർഫസിൽ നിന്ന് വിട്ടുമാറിയാൽ പിന്നെ ഇവിടെ നോർമൽ റിയാക്ഷൻ ഉണ്ടാവില്ല, അവിടെ പ്രസക്തിയില്ല. നോർമൽ റിയാക്ഷയുടെ പ്രസക്തിയില്ല. സോ എം ജി കോസ് തീറ്റ മൈനസ് എം ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടി. പക്ഷേ ആ പാർട്ടിക്കിൾ സർഫസിൽ നിന്ന് വിട്ടുപോവുകയാണ്, ലീവ്സ് സർഫസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എം ജി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടി. അവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെയും റൈറ്റ് ഹാൻഡ് സൈഡിലെയും മാസിൻ്റെ ടേംസ് ക്യാൻസലായി. എം ജി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഫിയറിന്റെ റേഡിയസ് ആണ്, ഇവിടെ നമ്മൾ റേഡിയസ് ആയിട്ട് എ എടുത്തു. സോ ജി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ എ എന്ന് കിട്ടി. ആ ഇക്വേഷൻ നമ്മൾ വി സ്ക്വയറിന്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷൻ കണ്ടുവച്ചിരിക്കുന്ന വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് എ ജി ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോസ് തീറ്റയ്ക്ക് നോക്കിയപ്പോൾ ബൈ കോസ് തീറ്റ ഇവിടെ ഇതിന്റെ റൈറ്റ് ട്രയാങ്കിൾ ഒക്കെ എടുത്താൽ ഹൈപ്പോട്ടന്യൂസ് എ, കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഇത്രയും ഹൈറ്റ് റേഡിയസ് ആയ എ, അതിൽ ഇത്രയും ഡിസ്റ്റൻസ് എ ബൈ 4 ആണ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് തീർച്ചയായിട്ടും 3a/4 ആയിരിക്കും. സോ അഡ്ജസൻറ്റ് സൈഡ് 3a/4 ബൈ ഹൈപ്പോട്ടന്യൂസ് എ, കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 3/4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ജി 3/4 ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് എ ജി ബൈ 2 ബൈ എ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ജി ബൈ 4 എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യു ആണ്. സോ യു ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ജി ബൈ 4 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ജി ബൈ 2. അപ്പോൾ റൈറ്റ് ആൻസർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ഇനീഷ്യൽ വെലോസിറ്റി ആയി യു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇനീഷ്യൽ വെലോസിറ്റി യു ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ജി ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഇനിഷ്യൽ വെലോസിറ്റി യു ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ജി ബൈ 2 ആണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഏതോ ഇയറിൽ നീറ്റിൻ്റെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പ്രൊജക്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിഫോം സർക്കുലർ മോഷൻ ആൻഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന ടോപ്പിക്കിൽ നിന്നും ഏതോ ഒരു ഇയറിൽ നീറ്റിൻ്റെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. അപ്പം പ്രൊജക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് 12th 11th പബ്ലിക് എക്സാമിന് അങ്ങനെ പ്രോബ്ലംസ് ചോദിച്ച് കണ്ടിട്ടില്ല. മിക്കവാറും ചോദിക്കുക റിലേഷൻഷിപ്പാണ്. വൺ വേർഡ് ആൻസർ എല്ലാം റിലേഷൻഷിപ്പാണ് ചോദിക്കുക. പ്രോബ്ലംസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ചോദിച്ചാൽ വീണ്ടും ഒരുപാട് പ്രോബ്ലംസ് ടെക്സ്റ്റുകളിലും ഗൈഡുകളിലും ഒക്കെ ഉണ്ട്. കുറേയേറെ പ്രോബ്ലംസ് ഈ പ്രൊജക്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിഫോം സർക്കുലർ മോഷൻ ആൻഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ധാരാളം പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഈ ഒരു പ്രോബ്ലം കുറച്ച് പ്രധാനപ്പെട്ട പ്രോബ്ലം ആണ് എന്ന് തോന്നിയത് കൊണ്ടാണ്. ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫിസിക്സ് മിക്ക ഇയറിലും 11th ബോർഡ് എക്സാമിന് വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. വളരെ റെയർ ആയിട്ടുള്ള ഇയറിൽ മാത്രമേ എളുപ്പമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാറുള്ളൂ. മിക്കവാറും 11th ബോർഡ് എക്സാമിന് ഫിസിക്സിൻ്റെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ 3 സബ്ജക്ട്സും ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്സിൻ്റെ പേപ്പറിൽ മിക്കവാറും പ്രോബ്ലംസ് ആണെങ്കിലും നമ്മൾ കുഴപ്പിക്കുന്ന രീതിയിൽ പ്രോബ്ലംസ് ചോദിക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ ഈസി ക്വസ്റ്റ്യൻസ് ലഭിക്കും, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് ചോദിക്കാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ആ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു പ്രോബ്ലം കുറച്ച് പ്രധാനപ്പെട്ട പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു 2 പ്രോബ്ലം കൂടി നോക്കാം. പ്രൊജക്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ എന്ന ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് വേറെ 2 പ്രോബ്ലം കൂടി നോക്കാം. അതിനുശേഷം നമുക്ക് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ് എന്ന ടോപ്പിക്കിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.